നിങ്ങളുടെ താല്പര്യം അത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഷോ തുടങ്ങി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം വന്നവരാണ്. അവിടെ ആരൊക്കെ ഉണ്ടെന്നും അറിയാം. മറ്റുള്ള ആർക്കും പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? ഇറങ്ങിപ്പോക്കോളൂ. ഷോയിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളൂ. അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്തരം കമന്റുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ വളരെയധികം പ്രശ്നമുണ്ടാകും ലക്ഷ്മി. അതിപ്പോഴല്ല. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളുടെ ഷോയുടെ അടിത്തറയെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിച്ച കാര്യമാണത്. അവർക്ക് എന്താണ് കുഴപ്പം എന്ന് മോഹൻലാൽ ലക്ഷ്മിയോടായിട്ട് ചോദിക്കുകയാണ്. എന്നാൽ ലക്ഷ്മിയുടെ മറുപടി ഇങ്ങനെയാണ്: ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരായല്ല പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു അമ്മയാണ്. എൻ്റെ മകനും ഷോ കാണുന്നതാണ്. അവൻ ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആകുമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. നല്ല വിദ്യാഭ്യാസമുള്ളവരല്ലേ? എനിക്ക് സംസാരിക്കാൻ ലജ്ജ തോന്നുന്നു. വിപ്രോയിൽ വർക്ക് ചെയ്ത് ശമ്പളത്തോടെ ജീവിക്കുന്നവരാണ് ആദിലയും നൂറയും. ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? മറ്റുള്ളവരുടെ തലയിൽ കയറിയിരുന്ന് ജീവിക്കരുത്. അത് ശരിയായ കാര്യമല്ല എന്ന് മോഹൻലാൽ ലക്ഷ്മിയോടായിട്ട് വീണ്ടും മറുപടി പറയുന്നുണ്ട്.